നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നോനി പഴമാണ്. ഈ നോനിപ്പഴം സുപരിചിതം അല്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. ഇത് ഇന്ന് നമ്മളുടെ റെസിപ്പി നോനി പഴം കൊണ്ട് എണ്ണ കാച്ചുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത് എല്ലാം നല്ലതുപോലെ പഴുത്ത പഴമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇല കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ത്വക്ക് രോഗങ്ങൾക്കും തലയിലെ താരൻ, കൈകാലുകളിൽ വരുന്ന വേദനകൾ എല്ലാത്തിനും ഉത്തമമാണ് ഈ നോനി പഴം കൊണ്ട് നമ്മൾ എണ്ണ കാച്ചിയാൽ ശരീരത്തുണ്ടാകുന്ന വേദനകൾ, അങ്ങനെ ത്വക്ക് രോഗം, തലയിലെ താരൻ, അങ്ങനെ പല അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. തുടർന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണണം. എങ്കിൽ മാത്രമേ ഈ എണ്ണ കാച്ചുന്നത് എങ്ങനെയെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് എണ്ണ കാച്ചുന്നത് നോക്കാം. അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ചരുവമാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ എണ്ണയിലാണ് ഞാൻ എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഇലകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം, വളരെ ചെറുതായിട്ട്. ഈ എണ്ണ ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കാം, എണ്ണ കാച്ചി ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഇല കൊണ്ട് ഉപയോഗമുണ്ട്. പിന്നെ അതുപോലെ ഈ ഫ്രൂട്ടിന് ഭയങ്കര രൂക്ഷഗന്ധമാണ്. നമുക്ക് ഇത് പഴുത്ത് കഴിഞ്ഞാൽ അടുത്ത് പോലും വരാൻ പറ്റത്തില്ല, അതുപോലെ രൂക്ഷഗന്ധമാണ് ഈ ഫ്രൂട്ടിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. അത് ഒരു മെഡിസിനാണ്. അപ്പോൾ ഞാനിത് എണ്ണ കാച്ചി കഴിഞ്ഞ് മറ്റേ വീഡിയോയും കൂടെ അടുത്ത് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട് ആദ്യം ആർക്കും ഇടയിൽ ഇത് അത്ര പ്രസക്തി ആയിട്ടില്ല. കാര്യം ഈ അടുത്തിടയ്ക്കാണിത് പുറംലോകം അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് എണ്ണ കാച്ചിക്കഴിഞ്ഞ് പറയാൻ പറ്റും. അപ്പോൾ ശരീരവേദനയ്ക്കാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ത്വക്ക് രോഗങ്ങൾക്ക് ഇത് നല്ലതുപോലെ പഴുത്ത നോനി പഴമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെയൊന്ന് ഞെരടി കൊടുക്കുകയാണ്. ഇപ്പം തന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല അടുക്കളയിലൊന്നും, അതേപോലെ ഭയങ്കര സ്മെല്ലാണിത്. ഇതെല്ലാം ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 5 പഴമാണ് നമ്മളിപ്പോൾ ഞെരടി കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഞെരടി ഈ ഇലയുമായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ ധാരാളം കുരുവുണ്ട് ഇതിന്. ഇത് വലിയ മരമാകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വീടുകളിലൊന്നും വെച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, വലിയ മരമാകുന്നത് കൊണ്ട്. ഇപ്പം പുറം പുരയിടങ്ങളുള്ളവർക്കാണെങ്കിൽ ഇത് വെച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ട് താഴെ വീണ് കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലുമാണ്. അതുകൊണ്ട് നമുക്ക് വീടുകളിലൊന്നും ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. വേറെ വീട് ഒഴിഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്
വെച്ച് പിടിപ്പിക്കാം. ധാരാളം കുരുവും ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് എല്ലാം കൂടിയാണ് നമ്മളിപ്പോൾ എണ്ണ കാച്ചാൻ പോകുന്നത്. 1 കിലോ എണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണയും കൂടെ കലർത്തി വേണം ഇത് യോജിപ്പിച്ച് വേണം നമ്മളിത് എണ്ണ കാച്ചാൻ. അല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ വേവിച്ചാൽ ഇത് നമ്മുടെ മേത്ത് തെറിച്ച് വീഴും. അപ്പോൾ വേവിച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എണ്ണയും കൂടെ നമ്മൾ ചേർത്ത് ഇളക്കി എണ്ണ കാച്ചിയാൽ അങ്ങനെ സംഭവിക്കത്തില്ല. അതല്ലാതെ ഈ നൂനിപ്പഴവും തനിയെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെന്തതിന് ശേഷം എണ്ണ ഒഴിക്കാൻ നിന്നാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ചക്കയൊക്കെ വഴറ്റുന്ന പോലെ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി നമ്മുടെ മേത്തെല്ലാം അത് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എണ്ണ കൂടെ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട് നമുക്കത് അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ തൊലിയിലൊക്കെ വീണാൽ പൊള്ളും. നമ്മളിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പം ഗ്യാസിൽ വെച്ചു. ഇനി നമ്മളൊന്ന് തീ കത്തിച്ച് കൊടുക്കും. തീ കത്തിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുക്കി പിടിക്കാതെ നമ്മളിങ്ങനെ എണ്ണയിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി മൂക്കുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിനകത്ത് നല്ലോണം ജലാംശമുണ്ട് ഈ പഴത്തിൽ. അതെല്ലാം പോയി നല്ലതുപോലെ മൂക്കണം. മൂത്തെങ്കിൽ മാത്രമേ എണ്ണ കേടാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇളക്കി മൂക്കുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും ആയിട്ടില്ലിത്. ഒരു പാതി പോലും ആയിട്ടൊരു 1/4 ഭാഗമായിട്ടുണ്ടാവും. നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിപ്പോയിട്ട് ഇതിൻ്റെ കക്ക് തെളിയണം. അപ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്. ഇത് ചിലപ്പോൾ എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് പൊട്ടി നമ്മുടെ മേത്തോട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ഈ എണ്ണയുടെ അടുത്ത് നിൽക്കാൻ തന്നെ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് വേണം ഇത് ഇളക്കി കൊടുക്കാനും. മേത്ത് ചൂടെണ്ണ വീണാൽ തൊലിയെല്ലാം പൊള്ളിപ്പോവും. പിന്നെ ഈ എണ്ണ എന്ന് പറയുന്നത് വളരെ ഔഷധ മൂല്യമുള്ള ഒന്നാണ്, ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഇത് നമ്മുടെ മുഖത്തും ശരീരത്തും ഒക്കെ പുരട്ടിക്കഴിഞ്ഞാൽ നല്ല കളറ് വരും. ഈ എണ്ണ നിത്യവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യ വർദ്ധന വസ്തുവും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പം നോനി പഴത്തെപ്പറ്റി നിങ്ങൾ കേട്ടാൽ അതിൻ്റെ സ്മെല്ല് ഓർത്ത് നിങ്ങളത് വേണ്ടാന്ന് വെക്കരുത്. വളരെ ഗുണകരമായ ഒന്നാണ്. ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞങ്ങൾ മെഡിസിൻ കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്നവർ അതും കൂടെ കാണുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതൊന്ന് മൂക്കുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ എണ്ണ ത്വക്ക് രോഗവും ശരീരവേദനയും ഉള്ളവർ ദിവസവും ഇത് തേച്ച് പുരട്ടി കുറേ സമയം കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ ത്വക്ക് രോഗം ഭേദപ്പെടുന്നതാണ്. ശരീരവേദനയും അകന്നു പോവും. അതുപോലെ മുഖസൗന്ദര്യം വർദ്ധിക്കും. അപ്പം എല്ലാത്തിനും നല്ല അടിപൊളി സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോനി പഴത്തെപ്പറ്റി അറിയുക. അത് ഉള്ളവർ വെറുതെ കളയരുത്. അതുള്ളവർ മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാനും ശ്രമിക്കണം. കാര്യം അറിയാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ അത് ഗുണം ചെയ്യും.
അസുഖമുള്ളവർക്ക് അസുഖം മാറുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു മെഡിസിൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പച്ചയ്ക്ക് ആരും കഴിച്ചതായിട്ട് അറിവില്ല. ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വളരെ രൂക്ഷഗന്ധമാണ്. പിന്നെ കുടിക്കുന്നവരുമുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുകയും ചെയ്യും. ഇത് പുറം രാജ്യങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. നമുക്കത്ര അറിവായിട്ടില്ല ഇവിടെ. അപ്പം അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് ഒരു വീഡിയോ ചെയ്ത് എല്ലാവരിലും എത്തിക്കാം എന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. വളരെ പ്രയോജനപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പം നമ്മളിത് ഒന്ന് മൂക്കുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിത് പാതി വേവായിട്ടുണ്ട്. നോനി പഴങ്ങളെല്ലാം പാതി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബാക്കിയൂടെ മൂക്കണം. മൂത്താൽ മാത്രമേ എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇടയ്ക്കൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. ഇത് പാതിയൂടെ ഇത് വേകണം. ഇല്ലെങ്കിൽ നല്ലതുപോലെ മൂത്ത് കക്കായി വന്നില്ലെങ്കിൽ ഈ എണ്ണ അളിച്ചു പോയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് കേടായിപ്പോവും ജലാംശമുണ്ടെങ്കിൽ. നല്ലതുപോലെ അത് മൂത്ത് വന്ന് എണ്ണ തെളിയണം. പക്ഷേ ഇതിൻ്റെ മണം, ഈ എണ്ണയുടെ മണം ഇഷ്ടമല്ല എങ്കിൽ ഇതിനകത്ത് കർപ്പൂരമോ അല്ലെങ്കിൽ തുളസിയോ ചെത്തിപ്പൂവോ അതേപോലെ ഉള്ളി, ചെറിയ ഉള്ളി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ മണം മാറിക്കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എണ്ണ തെളിഞ്ഞ് നമുക്ക് ഉപയോഗപ്രദമായി കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇങ്ങനെ ഇതേപോലെ ഇളക്കി മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി മൂത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. നമ്മൾ എണ്ണ അടുപ്പിൽ നിന്നും താഴെ ഇറക്കി കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ചൂടൊന്ന് വിട്ടു പോകാനായിട്ട്. ഇത് എണ്ണ നല്ല ബ്രൗൺ കളറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു അരിപ്പെടുത്ത് ഇതരിച്ച് നല്ല കുപ്പികളിലാക്കി സൂക്ഷിക്കുകയാണ്. വർഷങ്ങളോളം ഇരിക്കും. ഇത് നല്ലതുപോലെ വെള്ളമൊന്നും കയറാതെ വെള്ളമെല്ലാം പോയി നല്ല കുപ്പിയിലാക്കി വയ്ക്കണം. വെള്ളമില്ലാത്ത കുപ്പിയിലാക്കി വെച്ചാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ എൻ്റെ കയ്യിലൊന്ന് നിങ്ങളെ പുരട്ടി കാണിക്കാം. ഇങ്ങനെ നമ്മൾ ശരീരത്ത് ഇതേപോലെ തേച്ച് പിടിപ്പിക്കണം. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. കണ്ടോ കളർ വ്യത്യാസം കണ്ടോ? തേക്കുന്ന അത്രയും ഭാഗത്ത് കളർ വ്യത്യാസം കണ്ട. അപ്പം ഇത് ഡെയിലി പുരട്ടുക ശരീരത്തിൽ. അപ്പം നല്ല കളറ് നമ്മുടെ ശരീരത്തിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ നോനി പഴം കൊണ്ട് എണ്ണ കാച്ചുന്ന റെസിപ്പി. അപ്പോൾ നിങ്ങൾ നോനി പഴം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലുള്ള എണ്ണ കാച്ചിയെടുക്കാൻ ശ്രമിക്കണം. അത് കളയരുത്. രൂക്ഷഗന്ധമായതുകൊണ്ട് കളയണ്ട. അതിൻ്റെ ഇലയും കൂടി ഇട്ട് നമ്മൾ കാച്ചി കഴിഞ്ഞാൽ അത്രയും സ്മെല്ല് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഉള്ളിയോ മറ്റുള്ള നിങ്ങൾ എണ്ണ കാച്ചുന്ന കുറുന്തോട്ടിയോ അങ്ങനെയൊക്കെ കിഴുക്കാന്നല്ലി അങ്ങനെയൊക്കെ ഇടാം ഇതിനകത്ത്. അപ്പം അങ്ങനെയൊക്കെ ഇട്ട് എണ്ണ കാച്ചിയാലും നമുക്ക് ഇത് ഉപയോഗിക്കാം, മുഖത്ത് പുരട്ടാം. അപ്പം ഇങ്ങനെയുള്ള റെസിപ്പികൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അയച്ചു തരിക. ഞാൻ എൻ്റെ ചാനലിലൂടെ അതുണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. നല്ല നല്ല റെസിപ്പികൾ അയച്ചു തരിക. അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഈ അറിവ് മറ്റുള്ളവരിലൂടെ പകർന്നു കൊടുക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. താങ്ക് യു.